ഹലോ എല്ലാവർക്കും നമ്മളുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് തിങ്കളാഴ്ച കണ്ടില്ല വീഡിയോ അല്ലേ? അത് വേറൊന്നും അല്ല കേട്ടോ, ഞങ്ങളൊരു യാത്രയിലായിരുന്നു. തിങ്കളാഴ്ച രാവിലെ എത്തിയുള്ളൂ. പിന്നെ ക്ഷീണം, ഉറങ്ങിപ്പോയിന്നേ. അപ്പോൾ യാത്രയ്ക്ക് മുന്നുള്ള ഒരുക്കങ്ങളെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആദ്യം തന്നെ എനിക്ക് വീടൊന്ന് ക്ലീൻ ചെയ്തിട്ട് തിരി കത്തിച്ചിടണം. അപ്പം ഞാനിന്ന് ഭഗവാന് കത്തിച്ചത് നെയ്വിളക്കായിരുന്നു കേട്ടോ. അതിനുശേഷം നമ്മളുടെ അന്തോൺസ് പുണ്യാളനും മാതാവിനൊക്കെ നമ്മളുടെ ചിരാതിൽ കത്തിച്ചു. പിന്നെ നമ്മുടെ ലക്കി ബാമ്പുവിൻ്റെ പ്ലേസ് മാറ്റി, പ്ലേസ് താഴേക്കാക്കി സാമിനെയും കൊണ്ട് ഫിഷ് ബൗളൊക്കെ ഒന്ന് കഴിയിച്ചു. എല്ലാം ഒന്ന് നീറ്റാക്കിച്ചു. രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് കാര്യങ്ങളൊക്കെ പെട്ടെന്ന് തന്നെ ശരിയാക്കി. കാരണം ഞങ്ങൾക്ക് അതിന് ശേഷം കുറച്ച് കാര്യങ്ങളുണ്ട്, എറണാകുളത്തേക്ക് പോകേണ്ടതായിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ടിട്ട് പെട്ടെന്ന് തന്നെ ബ്രേക്ക്ഫാസ്റ്റ് മാത്രം മതി എന്ന് പറഞ്ഞു, ലഞ്ച് വേണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് വന്നിട്ട് നമ്മളുടെ റാഗി പുട്ടും എന്തായിരുന്നു പയറെന്തോ ആയിരുന്നു എന്ന് തോന്നുന്നു കേട്ടോ. പയർ തോന്നലല്ല, പയറായിരുന്നു കേട്ടോ. പിന്നെ നമ്മളുടെ ചെടികളും കാര്യങ്ങളൊക്കെ വലിയ കുഴപ്പമൊന്നുമില്ലാണ്ട് ഇൻഡോർ പ്ലാന്റ്സ് പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഫിഷ് ഒട്ടും ആക്റ്റീവ് അല്ല കേട്ടോ. ഫിഷ് ആക്റ്റീവ് അല്ലാത്ത കാര്യം എനിക്ക് പിടികിട്ടി. അതെനിക്ക് പറ്റിയൊരു മിസ്റ്റേക്കാണ്. ഇനി ഞാനിപ്പോൾ ഈ ഫിഷ് പോകുന്നിടത്തോളം പോട്ടെ, ഇതിനെന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ ഞാൻ പുതിയതൊരെണ്ണം വാങ്ങുമ്പം അറ്റത്തോട്ട് വെക്കാമെന്ന് കരുതി. കാരണം ഫിഷ് നമ്മൾ ഈ പാത്രം കഴുകുമ്പം അതിൻ്റെ സോപ്പിൻ്റെ അംശം തെറിക്കുന്ന കൊണ്ടിട്ട് ഒരു ലെയർ ഫോം ചെയ്തിട്ടുണ്ട്. ഇന്നാണ് ഞാൻ ശ്രദ്ധിക്കുന്നത്. ഞാനിപ്പോൾ അവിടെ നിന്ന് വന്നപ്പം എല്ലാവരെയും ടേക്ക് കെയർ ചെയ്യാൻ പോയപ്പോഴാണ് ഞാൻ ശ്രദ്ധിക്കുന്നത്. നമ്മൾ ജോസ്കോയിലെത്തി കേട്ടോ. ജോസ്കോയിലെത്തിയത് വേറെ ഒന്നുമല്ല, എൻ്റെ ഇരിപ്പ് കാണുമ്പോൾ തന്നെ അറിയാമല്ലോ, ഇയർ പിയേഴ്സിങ്, മറ്റൊന്നുമല്ല. ഇയർ പിയേഴ്സിങ് ഞാൻ ചെയ്തതായിരുന്നു. സെക്കൻഡ് സ്റ്റഡും തേർഡ് സ്റ്റഡും ഫോർത്ത് സ്റ്റഡും ഒക്കെ ചെയ്തതാണ്. തേർഡും ഫോർത്തും കുത്തിക്കഴിഞ്ഞ് 3-ാം ദിവസം ഞാൻ ഊരി. അത്ര അധികം കാത് വീർത്തു പഴുത്തു വല്ലാണ്ടായി. അതിന് പിന്നെ സെക്കൻഡ് പിയേഴ്സിങ് കുറച്ച് നാൾ നിന്നു, പക്ഷെ പിന്നെ അത് പോയി. പിന്നെ വേദനിച്ചു, ഒട്ടും രക്ഷയില്ല. ഞാൻ ഊരിക്കളഞ്ഞു, അത് അടഞ്ഞു പോയി. ഇതിപ്പോൾ ഞാൻ മാനുവലിയാണ് പിയേഴ്സ് ചെയ്യുന്നത്. വലിയ വേദനയൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. ഈസി ആയിട്ട് എനിക്ക് തോന്നുന്നു ഗൺ പിയേഴ്സിങ് പോലെ തന്നെ ഒരു സൂചി കുത്തണ വേദന. അപ്പോൾ യാത്രയ്ക്ക് മുൻപായിട്ട് അത് ചെയ്യണമെന്ന് തോന്നി, അത് ചെയ്തു. നമുക്ക് ആഗ്രഹം വന്ന് നമ്മൾ ചെയ്യണ്ടായോ? അപ്പം നമ്മൾ ഡെസ്റ്റിനേഷൻ എത്തി. നമ്മുടെ ഇതാണ് കേട്ടോ നമ്മുടെ റൂം എടുത്തിരിക്കുന്നത്. റൂം കഴിഞ്ഞ പ്രാവശ്യം എവിടെയാണെന്ന് ഞാൻ പറഞ്ഞില്ലല്ലേ, വേറെ ഒന്നുമല്ല, നമ്മളൊരു പിൽഗ്രിമേജ് ട്രിപ്പായിരുന്നു. വേളാങ്കണ്ണിയിലാണ് വന്നിരിക്കുന്നത്. വേളാങ്കണ്ണി കഴിഞ്ഞിട്ട് നമുക്ക് തൃച്ചിയിൽ ഒരു ക്ഷേത്രമുണ്ട്. അവിടെയും കൂടെ കണ്ടിട്ട് നമ്മൾ തിരിച്ചു പോരാമെന്ന് കരുതി. വേളാങ്കണ്ണിയിലോട്ട് ഒരു യാത്ര പോകണമെന്ന് എനിക്ക് പെട്ടെന്ന് എന്തോ തോന്നി. അപ്പം ഞാനത് ഹസ്ബൻഡിനോട് പറഞ്ഞു. ഹസ്ബൻഡ് പിന്നെ വണ്ടി ഓടിക്കുന്നതിന് ഭയങ്കര ഇഷ്ടമുള്ള ഒരാളാണ് കേട്ടോ. ഭയങ്കര ഇഷ്ടമാണ് പുള്ളിക്കാരന്. പുള്ളി റെഡി എന്ന് പറഞ്ഞു. അങ്ങനെ പോണോ വേണ്ടെന്ന് പറഞ്ഞിരിക്കുമായിരുന്നു. അങ്ങനെ നമ്മൾ ഉറപ്പിച്ചു. നമ്മൾ വെള്ളിയാഴ്ച രാവിലെ കുട്ടികൾ സ്കൂളിലേക്ക് പോകുന്ന ടൈമിലാണ്, വണ്ടി കൊണ്ടുവന്നാക്കുന്ന സമയത്ത് നമ്മൾ ഉറപ്പിച്ചു ഇന്ന് പോകുന്നുണ്ട്, നമുക്ക് രാത്രി തിരിക്കാമെന്ന് ഉറപ്പിച്ചു. അതാണ് ഇന്നത്തെ ഞങ്ങളുടെ ഈ പ്രാവശ്യത്തെ യാത്ര. റൂം വലിയ കുഴപ്പമൊന്നുമില്ല. അത്യാവശ്യം നമുക്ക് എന്താ പറയുന്നത്, ഈ ലോക്കർ ഫെസിലിറ്റിയും അതേപോലെ തന്നെ മിനി ഫ്രിഡ്ജും കാര്യങ്ങളൊക്കെ തന്നെ ഉണ്ട്. എന്നിരുന്നാലും കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ താമസിച്ച ഇവരുടെ സെയിം ഒരു ഹോട്ടലുണ്ട്, മേരി ലാൻഡ് എന്ന് പറഞ്ഞത്. അത് തൊട്ട് ഓപ്പോസിറ്റാണ്. അവിടെ നമുക്ക് റൂം കിട്ടിയില്ല, അവിടെ ഫിൽഡ് ആയിരുന്നു. പ്രീ ബുക്കിംഗ് വേണം. നമുക്ക് പറഞ്ഞില്ലേ, ഇമ്മീഡിയറ്റ് ആയിട്ടുള്ള ഡിസിഷൻ ആയിരുന്നുകൊണ്ട് രക്ഷയുണ്ടായിരുന്നില്ല. അതുകൊണ്ട് ഇവരുടെ തന്നെ ഹോട്ടലായിട്ടുള്ള സീ ഗേറ്റിലേക്ക് വന്നു. എന്നാൽ റൂം സർവീസൊക്കെ മറ്റതിനായിരുന്നു കുറച്ചും കൂടി അഡ്വാൻസ്ഡ് ആയിട്ടുള്ളത് കേട്ടോ. ഇതവരുടെ പഴയ ബിൽഡിംഗ് ആയിരുന്നു. അപ്പോൾ അതിൻ്റേതായ ചെറിയ കുറവുകളുണ്ടായിരുന്നു. വലിയ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. നമ്മളിപ്പോൾ ഒരു നൈറ്റ് മാത്രം താമസിക്കാനല്ലേ, നമ്മുടെ ലക്ഷ്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പള്ളിയിൽ പോയി പ്രാർത്ഥിക്കുക എന്നുള്ളതാണല്ലോ. അതുകൊണ്ട് കൂടുതലും അങ്ങ് ചിന്തിക്കാൻ നിന്നില്ല. അപ്പോൾ നമ്മുടെ സാം വണ്ടിയൊക്കെ ഒന്ന് സെറ്റ് ചെയ്യുവാണ്. നല്ല ബ്ലോക്ക് കിട്ടിയായിരുന്നു കേട്ടോ. ഒരു കണക്കിനാണ് ഞങ്ങൾ എത്തിയത്. തൃശ്ശൂർ വരെ എത്താൻ ഭയങ്കര പാടായിരുന്നു കേട്ടോ. തൃശ്ശൂരൊക്കെ എന്താണെന്നറിയത്തില്ല, ഭയങ്കര ബ്ലോക്കായിരുന്നു. സാമാനം ഒട്ടും ഉറങ്ങിയിട്ടില്ല, ഞാനാണെങ്കിൽ ഒട്ടും ഉറങ്ങിയിട്ടില്ല. കുട്ടികൾ ബാക്കിൽ കിടന്നുറങ്ങിയായിരുന്നു. എന്നാലും അവിടെ എത്തിക്കഴിഞ്ഞാൽ ഫ്രഷ് ആയിട്ട് ഫുഡ് കഴിക്കാൻ വേണ്ടി വന്നു കേട്ടോ. അവരുടെ തന്നെ താഴത്തുള്ള റെസ്റ്റോറൻറ്റാണ്. ഫുഡൊന്നും കുഴപ്പമുണ്ടായിരുന്നില്ല. നോൺ വെജ് മീല്, പിന്നെ ചപ്പാത്തി, ചിക്കൻ, പിന്നെ ബിരിയാണി, അതൊക്കെ ആയിരുന്നു കഴിച്ചത്. ഞാൻ നോൺ വെജ് അല്ല, ഞാൻ വെജ് മീലായിരുന്നു കഴിച്ചത്. നല്ല വെജായിരുന്നു കേട്ടോ. ഒരു കുഴപ്പമൊന്നും ഉണ്ടായില്ല. വയറിനൊന്നും യാതൊരു പ്രശ്നമൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പം തന്നെ അറിയാമല്ലോ, നല്ല ഫുഡല്ലേ, വേറെ കുഴപ്പമൊന്നുമില്ലായിരുന്നു. അങ്ങനെ ഞങ്ങൾ ഫുഡെല്ലാം കഴിച്ചു. ഫുഡ് കഴിക്കണമെന്നൊരു താല്പര്യം എനിക്കില്ലായിരുന്നു കേട്ടോ. എൻ്റെ ഫേസ് കണ്ടാൽ തന്നെ അറിയാം, അത്ര അധികം ക്ഷീണം ഉണ്ടായിരുന്നു. കാരണം ഞങ്ങൾ വെളുപ്പിന് 12 മണിക്ക് സ്റ്റാർട്ട് ചെയ്യാൻ തന്നെ കാരണം
ഞങ്ങൾക്ക് ഞാൻ പറഞ്ഞില്ലേ കാതെല്ലാം കുത്തിക്കഴിഞ്ഞു. അതിനുശേഷം സാമിന് കുറച്ച് പേരെ കാണാനുണ്ടായിരുന്നു, അവരുടെ അടുത്തേക്കെല്ലാം പോയി. പിന്നെ അതിന് നമ്മളിപ്പോൾ യാത്രയ്ക്ക് പോകുമ്പോൾ കുറച്ച് സംഭവങ്ങളൊക്കെ വാങ്ങാനുണ്ടായിരുന്നു. അതെല്ലാം വാങ്ങിച്ച് വീട്ടിലെത്തി കഴിഞ്ഞപ്പോൾ 10 മണിയായി. പിന്നെ ഒരുങ്ങി കെട്ടി പിള്ളേരെയൊക്കെ ഒരുക്കി കെട്ടി ഇറക്കി കഴിഞ്ഞപ്പം വെളുപ്പിന് 12 മണിയായി. അപ്പോൾ ഒട്ടും ഒരു യാത്രയ്ക്ക് മുന്നേ പുള്ളിക്കാരനും റെസ്റ്റ് എടുത്തിട്ടില്ല. ഡ്രൈവ് ചെയ്യുമ്പോൾ നല്ല റെസ്റ്റ് വേണമല്ലോ രാത്രി, പ്രത്യേകിച്ച് ലോങ് ട്രിപ്പൊക്കെ ആകുമ്പം. അപ്പോൾ അതിൻ്റേതായ ക്ഷീണം ഉണ്ടായിരുന്നു. പിന്നെ ഫുഡെല്ലാം കഴിച്ച് കഴിഞ്ഞിട്ട് അങ്ങ് കിടന്നുറങ്ങി, ഡീപ്പായിട്ട് അങ്ങ് ഉറങ്ങിപ്പോയി. ഞങ്ങളിവിടെ എത്തിയപ്പോൾ തന്നെ ഉച്ചയ്ക്ക് 2 മണിയായി. അവിടെ നിന്ന് 12 മണിക്ക് തിരിച്ചു 2 മണിയായി. കാരണം ബ്ലോക്കൊക്കെ കിട്ടിക്കഴിഞ്ഞ് ഉച്ചയ്ക്ക് 2 മണിക്കാണ് എത്തിയത്. ശനിയാഴ്ച 2 മണിക്കാണ് ഞങ്ങൾ വേളാങ്കണ്ണിയിൽ എത്തുന്നത്. അങ്ങനെ പിന്നെ കിടന്നൊക്കെ ഉറങ്ങി കഴിഞ്ഞതിന് ശേഷം പള്ളിയിലേക്ക് പോയി എന്നുള്ളതാണ് സത്യം. പിന്നെ വന്നിട്ട് എന്തായിരുന്നു, പള്ളിയിൽ വരാൻ എനിക്കങ്ങനെ തോന്നാറുണ്ട് കേട്ടോ. ചില സമയത്തൊക്കെ എനിക്ക് പോവണം എന്ന് തോന്നും മനസ്സിൽ. അത് പള്ളിയിലും ചില നല്ല നല്ല ക്ഷേത്രങ്ങളും നല്ല നല്ല പള്ളികളൊക്കെ എൻ്റെ വലിയൊരു ട്രിപ്പ്, എനിക്ക് അങ്ങനത്തെ ട്രിപ്പൊക്കെ ഭയങ്കര ഇഷ്ടമുള്ള ഒരാളാണ് കേട്ടോ. പിന്നെ എനിക്ക് വാരണാസിയിലൊക്കെ പോകണം എന്നൊക്കെയുണ്ട്. പക്ഷെ അത് നമ്മൾ വണ്ടിക്കൊന്നും പോവില്ല, നമ്മൾ പാക്കേജ് എടുത്ത് പോകാമെന്ന് കരുതി. നമുക്ക് അതിനെപ്പറ്റിയൊന്നും അറിയില്ലല്ലോ, അപ്പം നമ്മൾ അങ്ങനെ പോകാമെന്നാണ് കരുതിയിരിക്കുന്നത്. അങ്ങനെ ഒരു അവസരം വരട്ടെ എന്നാണ് ഞാനും ആഗ്രഹിക്കുന്നത്. എനിക്ക് അല്ലാതെയുള്ള വലിയ എന്താ പറയുക ട്രിപ്പിനേക്കാളും എൻ്റെ ഫ്രണ്ട്സും ചിലരെന്നെ കളിയാക്കും, നീനക്ക് എന്തുവാ പെട്ടെന്ന് തന്നെ കിളവിയായോടി എന്നൊക്കെ ചോദിക്കും. എനിക്ക് അങ്ങനെയല്ല, എനിക്കെന്തോ അതിഷ്ടമാണ്. അപ്പോൾ പള്ളിയിൽ പോകണം എന്നിങ്ങനെ ഞാനിങ്ങനെ ആഗ്രഹിച്ചപ്പോൾ പുള്ളി പറഞ്ഞു ഓക്കെ എന്താ പോവാമല്ലോ എന്ന് പറഞ്ഞു. പുള്ളി അതിന് നോ പറയാറൊന്നുമില്ല. അപ്പോൾ പിന്നെ നമുക്ക് പിന്നെ വേറെ കുഴപ്പമൊന്നും, നമ്മുടെ ഒപ്പമുള്ള ആൾ നമ്മൾ എൻകറേജ് ചെയ്യുവാണെങ്കിൽ വേറെ കുഴപ്പമൊന്നുമില്ലല്ലോ. അങ്ങനെ ഞങ്ങളുടെ ഉറക്കമെല്ലാം കഴിഞ്ഞ് പള്ളിയിലോട്ടുള്ള യാത്രയിലാണ് കേട്ടോ. സെറക്കുട്ടീനെ എല്ലാം ഒന്ന് കുളിപ്പിച്ചെടുത്തു, ഇവക്കുട്ടി കുളിച്ചു, ഞങ്ങളെല്ലാവരും ഫ്രഷായിട്ടോ. ആ ഉറക്കം കഴിഞ്ഞപ്പോൾ ഓക്കെ ആയിട്ടോ. ഉറക്കം കഴിഞ്ഞപ്പോൾ നമ്മൾ നല്ല ഉഷാറായി, വേറെ പ്രശ്നമൊന്നുമില്ല. പക്ഷെ ഒരു സംഭവം എന്ന് പറഞ്ഞാൽ 8 മണിയായി ഉറക്കം കഴിഞ്ഞ് എണീറ്റപ്പം. ഞങ്ങളെന്തോ 3:30 മണിക്കെന്തോ ഉറങ്ങിയതാണ്. അപ്പം തന്നെ നമ്മുടെ ഉറക്കക്ഷീണമൊക്കെ മാറിയിട്ടുണ്ട്. എന്നിരുന്നാലും നല്ല രീതിയിൽ ലേറ്റായി. അവിടെ ആക്റ്റീവാണ്, പള്ളിയുടെ ഏരിയ എല്ലാം ആക്റ്റീവാണ്. അങ്ങനെ മഴ, അതിനിടയ്ക്ക് സാം എണീറ്റായിരുന്നു 6 മണിക്ക് എന്തോ, വൈകുന്നേരം 6 മണിക്ക് എണീറ്റായിരുന്നു. അപ്പോൾ സാം പറഞ്ഞു നല്ല മഴയാണ്, അതുകൊണ്ട് തന്നെയും പിള്ളേരെയും വിളിക്കാതിരുന്നത്, അപ്പോൾ ഉറങ്ങട്ടെ എന്ന് കരുതിയെന്ന് പറഞ്ഞു. ഞാൻ അറിഞ്ഞതുപോലും ഇല്ല കേട്ടോ. എന്നെ വിളിച്ചില്ലായിരുന്നെങ്കിൽ ഞാൻ അങ്ങ് കിടന്ന് ഉറങ്ങിപ്പോയേനെ. അങ്ങനൊരു കുഴപ്പമുണ്ട് എനിക്ക്. ഞാൻ ഉറക്കം കിട്ടാഴിക എനിക്കില്ല, പക്ഷെ എനിക്ക് ഉറങ്ങാൻ പറ്റാഴികയാണ് ചില സാഹചര്യങ്ങൾ. നമുക്കിപ്പം എന്തെങ്കിലും വീട്ടിലെ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഉറങ്ങാൻ പറ്റില്ല, അതിൻ്റെ ആട്ടോ. അല്ലെങ്കിൽ ഉറക്കമില്ലാഴികയുടെ ഒരു പ്രശ്നം എനിക്കില്ല എന്താണെങ്കിലും. അങ്ങനെ പള്ളിയുടെ അവിടെ എത്തി. വെള്ളമൊക്കെ നിറഞ്ഞിരിക്കുന്നുണ്ടോ, നല്ല രീതിയിൽ മഴ പെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷെ ഞങ്ങൾ ഇങ്ങനെയൊക്കെ പോകുമ്പോൾ ഒന്നും മഴയില്ലായിരുന്നു കേട്ടോ, ഭാഗ്യം കൊണ്ട്. കുറേ പ്രാർത്ഥിച്ചു കേട്ടോ. ഒത്തിരി നേരം ഞങ്ങൾക്ക് പ്രാർത്ഥിക്കാൻ പറ്റി. ഒരുപാട് നേരം മുട്ടയിലഴയണമെങ്കിൽ നമ്മൾ ഫാമിലി മൊത്തം ഒരു ചെറിയൊരു നോമ്പ് ഞാൻ എടുപ്പിക്കാറുണ്ട് 7 ദിവസത്തേക്ക്. അതൊന്നും എടുത്തിട്ടില്ലല്ലോ, പ്ലാൻഡ് അല്ലായിരുന്നല്ലോ ഒട്ടും. അതുകൊണ്ട് മുട്ടയിലഴഞ്ഞില്ല. പക്ഷേ നമ്മൾ കാലിങ്ങനെ ഓരോ അടി വെച്ചിട്ട് നമ്മൾ ആ മുട്ടയിലഴയുന്ന വശത്തേക്കൂടി നമ്മൾ നടന്നു. അതും ഒരു തരത്തിലുള്ള നേർച്ചയാണല്ലോ. അപ്പോൾ ഇവയും ഞാനും നടന്നു, സാമും കൊച്ചും അവിടെ ഇരിക്കുകയായിരുന്നു കേട്ടോ. അപ്പം അങ്ങനെ നമ്മൾ പള്ളിയിലെ ചില കാര്യങ്ങളെല്ലാം കഴിഞ്ഞു. അങ്ങനെ ഇതിപ്പം പഴയ പള്ളിയാണ്, അവിടേക്കൊക്കെ ഒന്ന് പോയി. യുവക്കുട്ടിക്കൊന്നും വിശപ്പ് കാര്യമായിട്ടൊന്നും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് നമ്മൾ റൂമിൽ വന്നിട്ട് ബ്രെഡും കാര്യങ്ങളൊക്കെ തന്നെ കഴിക്കാമെന്ന് കരുതി. അതുകൊണ്ട് ഫുഡ് കഴിക്കേണ്ട ആവശ്യമില്ലല്ലോ. അങ്ങനെ പള്ളിയിൽ നിന്ന് വരുന്ന വഴി ഒരു ചായ കുടിക്കാൻ തോന്നി. കാരണം അത്ര അധികം നമ്മൾ നടന്നു, നേർച്ചയെല്ലാം കഴിച്ചു. അതായത് നമ്മളുടേതായ നേർച്ചകളില്ലേ, ചെറിയ ചെറിയ നേർച്ചകളൊക്കെ. അപ്പോൾ അവിടെ ഒരു ജാഗറിയുടെ ഒരു കോഫി ഷോപ്പ് ഉണ്ടായിരുന്നു. എല്ലാം ക്യാൻഡീസും കുറേ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. കുറച്ച് ഐറ്റംസൊക്കെ ഞാൻ വാങ്ങിച്ചു കേട്ടോ. അപ്പോൾ ഇത് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. പള്ളിയുടെ അടുത്തുള്ള കടകളിൽ നിന്നൊന്നും വാങ്ങിച്ചു കുടിച്ചില്ല, കാരണം അതെന്തോ കുടിക്കാൻ തോന്നിയില്ല. നല്ല ചായ വേണോ? ഭയങ്കര ഞങ്ങൾ കുറച്ചങ്ങ് മാറി വന്നിട്ടാണ് കേട്ടോ ചായ കുടിക്കുന്നത്. അതിനുള്ള റീസൺ എന്താണെന്ന് പറഞ്ഞാൽ മഴക്കാലം ആയതുകൊണ്ടിട്ട് നമ്മളുടെ ആ ഒരു പള്ളിയുടെ ഏരിയയിലൊക്കെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് സമയം ഏകദേശം 11:30 മണി കഴിഞ്ഞു. നമ്മൾ പിന്നെ രാത്രി ആൾക്കാരാണല്ലോ.
അപ്പോൾ നമ്മൾ പള്ളിയിൽ ഇറങ്ങി നമ്മുടെ നേർച്ചകളെല്ലാം കഴിച്ചു. അവിടെ നിന്ന് ചായ എന്തെങ്കിലും കുടിക്കാമെന്ന് വിചാരിച്ചപ്പം ഭയങ്കര വൃത്തിയില്ലായിക. പ്രത്യേകിച്ച് പറയണ്ടല്ലോ, മഴക്കാലം കൂടി ആയപ്പോൾ. അപ്പോൾ നമ്മൾ കുറച്ചങ്ങ് നീങ്ങി വന്നിട്ട് ഈ ഒരു ഏരിയയിൽ അടിപൊളി ഫിൽറ്റർ കോഫിയാണ് അങ്ങനെ ഇട്ട് തന്നത്. പേരെന്നാ? മക്കളെ, ഈ ഒരു സംഭവം ഇല്ലേ, ഇത് എനിക്ക് തോന്നുന്ന ഒരു 80s കിഡ്സിന് അറിയാൻ പറ്റും. റൈറ്റ്? ഇതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നോക്കിക്കേ, ഇതാണ് സംഭവം. ഡേറ്റ്സ് അല്ല കേട്ടോ, നോക്ക്. ശർക്കര വെച്ചിട്ട് ഇതിന്റെ ഉള്ളിൽ ഇങ്ങനെ കാണിച്ചു തരാം. ഒരു മിനിറ്റ് ഉണ്ടോ, ക്രിസ്പി. പണ്ട് നമ്മുടെ സ്കൂളിൻ്റെ അടുത്തൊക്കെ 50 പൈസയ്ക്ക് കിട്ടുമായിരുന്നു ഇങ്ങനത്തെ സംഭവം, ഭരണികളിൽ ഇങ്ങനെ ഇരിക്കില്ലേ. അപ്പം ഞാൻ നമ്മുടെ ചായ വേറൊരു പിള്ളേർക്ക് വേണ്ടിയിട്ട് കുറച്ച് ഇത് വാങ്ങാൻ പോയി, ജ്യൂസൊക്കെ വാങ്ങാൻ പോയെ. അപ്പം ആ കടയിലുണ്ടായി. നമ്മുടെ നാട്ടിലിത് ഇപ്പം ഞാൻ കാണാറില്ല കേട്ടോ. അപ്പം ഞാൻ കണ്ടപ്പോൾ വാങ്ങിച്ചു. അപ്പം എൻ്റെ പ്രായത്തിലുള്ള ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ ഇത് നിങ്ങൾക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റും ഈ ഒരു സംഭവം. സൂപ്പറാട്ടോ. ബൈ. ഇതിപ്പോൾ സൺഡേ ആട്ടോ. പള്ളിയിലെല്ലാം പോയി താഴെ ഫുഡൊക്കെ ബ്രേക്ക്ഫാസ്റ്റും ലഞ്ചും എല്ലാം കഴിഞ്ഞു. നമുക്ക് നമ്മുടെ നാട്ടിലേക്ക് തിരിക്കാനുള്ള സമയമായി, റൂം വെക്കേറ്റ് ചെയ്യാൻ സമയമായി, 1 മണി ആ ടൈമൊക്കെ ആയി. അപ്പോൾ ഇവരുടെ താഴെ തന്നെ കുറച്ച് കുഞ്ഞ് പാർക്ക് പോലെ ഉണ്ട് കേട്ടോ. അവിടെ ലവ് ബേർഡ്സ് ഉണ്ട്, പിന്നെ അതേപോലെ തന്നെ പൂളുണ്ട്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ലവ് ബേർഡ്സിനെ കാണാൻ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഞങ്ങൾക്ക്. അപ്പോൾ ഞങ്ങളത് കുറച്ച് നേരമൊക്കെ അവിടെ ചെന്ന് കറങ്ങാനൊക്കെ വന്നു. പിന്നെ അതിന് ശേഷം കുഞ്ഞി പാർക്ക്, കാര്യമായിട്ടുള്ളതൊന്നുമില്ല, കുറച്ച് മെറുഗോ റൗണ്ട് ഉണ്ട്, പിന്നെ അതേപോലെ തന്നെ ഊഞ്ഞാലുണ്ട്, അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പം ഞങ്ങൾ ഊഞ്ഞാലിൽ കയറി. മെറുഗോ റൗണ്ടിലൊന്നും കയറിയില്ല കേട്ടോ. ഊഞ്ഞാലിൽ ഞങ്ങൾ കയറി കഴിഞ്ഞിട്ട് കുറച്ച് നേരം ഒരു നാടി. എന്തൊരു സുഖമായിരുന്നു അറിയോ. ഞാൻ കുറച്ചധികം നേരം ഒരു നാടി. കാരണം പോകേണ്ടതാണല്ലോ. കുറേ നേരം ആടിക്കൊണ്ടിരുന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇനിയിപ്പോൾ കൊച്ചിയിലേക്ക് എത്തേണ്ടതല്ലേ. അപ്പോൾ ഹസ്ബൻഡ് ഇടയ്ക്കിടയ്ക്ക് പറയുന്നുണ്ട് നിർത്തിക്കോ, വരാൻ നോക്കിക്കോളാൻ. അങ്ങനെ അത് കുറച്ച് നേരം അവിടെ ഇരുന്നിട്ടൊക്കെ എൻജോയ് ചെയ്തു. വെയിലുണ്ടായിരുന്നു, നല്ല രീതിയിൽ വെയിലുണ്ടായിരുന്നു, ഒരു രക്ഷയുണ്ടായിരുന്നില്ല. സൺസ്ക്രീനൊക്കെ മുഖത്തെടുത്ത് വാരി പൊട്ടിയിട്ടാണ് വന്നത്. അപ്പോൾ അതുകൊണ്ട് പിന്നെ പേടിക്കാനില്ലല്ലോ. പൂളിലിറങ്ങാനുള്ള ധൈര്യം ഉണ്ടായിരുന്നില്ല. വല്ല ബ്രെയിൻ ഈറ്റിംഗ് അമീബയൊക്കെ ഉണ്ടെങ്കിലും അതിൽ പറയാൻ പറ്റൂലല്ലോ, സമയം മോശമാണെങ്കിൽ കയറി പിടിച്ചാലോ. അതുകൊണ്ട് പൂളിലേക്കൊന്നും പോയില്ല കേട്ടോ. തിരിച്ചു വരുന്ന വഴി നമ്മുടെ ട്രിച്ചി ാണ് ഈ ക്ഷേത്രത്തിൻ്റെ കാര്യമാണ് ഞാൻ പറഞ്ഞത് കേട്ടോ. ലൈഫിൽ ഒരു പ്രാവശ്യമെങ്കിലും ഒന്ന് എക്സ്പീരിയൻസ് ചെയ്യേണ്ടത്. നമ്മുടെ തഞ്ചാവൂർ ക്ഷേത്രം പോലത്തെ അതിനോളം വരുന്നില്ലെങ്കിലും അതിൻ്റെ ഒരു അടുത്ത് നിർത്താൻ പറ്റുന്ന കാഴ്ചകളും എന്താണെന്നറിയോ, എനിക്കൊന്നും പറയാനില്ല. സാം എന്താ പണ്ടത്തെ രാജാക്കന്മാരുടെ കുറേ ഇതൊക്കെ ഉണ്ടല്ലേ. ഒരുപാട് എന്താ പറയണത്, നമ്മളുടെ മൈൻഡ് ആ കുറച്ച് നേരത്തേക്ക് അങ്ങ് മാറും. അത്രയധികം കരിങ്കല്ലിൽ തീർത്തിരിക്കുന്ന ക്ഷേത്രം കേട്ടോ. കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങൾ ഈ ക്ഷേത്രത്തിൽ കയറണമെന്ന് വിചാരിച്ചു, നടന്നില്ല. പക്ഷേ ഈ പ്രാവശ്യം കയറി. ഇതിൻ്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഞാൻ ഷോർട്സ് ആയിട്ടാണ് എടുത്തിരിക്കുന്നത്. ലോങ് വീഡിയോയിൽ ഞാൻ ഇത്രയൊക്കെ ഉൾക്കൊള്ളിച്ചിട്ടേ ഉള്ളൂ. അവളോട് ഞാൻ പറഞ്ഞു വീഡിയോ അധികം എടുക്കണ്ട, കാണൂ, ആസ്വദിക്കൂ എന്ന് പറഞ്ഞു. അപ്പം അത്രയൊക്കെ ഉള്ളൂ കേട്ടോ.